കൃപാസനം പള്ളി അറിയുമോ നിങ്ങൾക്ക്? ഈ കാണുന്നത് തന്നെയാണ് ആ പള്ളി. ഇന്ന് കുറച്ച് തിരക്ക് കുറവായിട്ട് തോന്നുന്നുണ്ട്. ചില പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം നല്ല ആളാണിവിടെ. എന്തായാലും ദൂരെ നിന്നാണ് എല്ലാവരും വരുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെയുള്ളൊരു ഹിമാലയ ബേക്കറിയാണിത്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങൾ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി പോവാം. പിന്നെ നല്ല സാധനങ്ങളുമാണ്. ബർത്ത്ഡേക്ക് കേക്കെല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് ഓർഡർ ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും നല്ല രസമാണ്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചല്ലേ പറ്റൂ. ഒന്നും തീരുന്നത് അറിയുന്നില്ല. പെട്ടെന്നാണ് സ്നാക്സ് എല്ലാം തീർന്നു പോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസത്തേക്കുള്ള സ്നാക്സ് വാങ്ങിക്കാൻ വന്നതാണ് ഞങ്ങൾ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും. പുറത്തു നിന്നുള്ള വ്യൂ ആണിത്. കൃപാസനം പള്ളി വന്നതുകൊണ്ട് ഈ നാട് മുഴുവൻ നല്ല പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. ഈ ആൾക്കാരെല്ലാം ജീവിക്കുന്നത് പള്ളിയിൽ വരുന്ന ആൾക്കാരുടെ വരുമാനം കൊണ്ടാണ്. ഇവിടെ അടുത്തുള്ള വീടുകളിലെല്ലാം റൂം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഈ നാട് പുരോഗമിച്ചെന്ന് പറയാം. ഈ റോഡ് പണി കൂടി കഴിയുമ്പോൾ വികസനം പൂർത്തിയാവും. റോഡ് പണി നടക്കുന്നത് കൊണ്ട് യാത്ര കുറച്ച് ദുരിതത്തിലാണ്. പെട്ടെന്ന് ഒരിടത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. എല്ലാ വണ്ടികളും സർവീസ് റോഡിൽ കൂടി ആയതുകൊണ്ട് നല്ല ബ്ലോക്കുണ്ട്. ഞങ്ങളിപ്പോൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇത് പുതിയ ശവക്കോട്ടപ്പാലമാണ്. പഴയ ശവക്കോട്ടപ്പാലം കിടക്കണമെങ്കിൽ അരമണിക്കൂർ ബ്ലോക്കിൽ കിടക്കണമായിരുന്നു. പുതിയ പാലം വന്നതോടുകൂടി ഇവിടുത്തെ ബ്ലോക്കെല്ലാം ഒഴിവായി. ഇങ്ങനെ പുതിയൊരു പാലം വരുമെന്നും ഈ ബ്ലോക്കെല്ലാം ഒഴിവാകുമെന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് ട്രെൻഡ്സിലേക്കാണ് കയറുന്നത്. ഒരു ഐറ്റം വാങ്ങാൻ കയറിയാലും ഒരു ലോഡ് സാധനം കൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അതാണ് ട്രെൻഡ്സിൻ്റെ പ്രത്യേകത. ഒരു ഡ്രസ്സ് വാങ്ങാൻ വരുന്ന ആൾ ഒരു 10 ഡ്രസ്സെങ്കിലും എടുക്കും. ഡ്രസ്സ് വാങ്ങിക്കഴിയുമ്പോൾ ചെരുപ്പായി, ഷൂസായി. എന്നാലും തീരുന്നില്ല. ബാക്കി മേക്കപ്പ് പ്രോഡക്ട്സുകൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പിന്നീട് ഭീമയിലൊന്ന് കയറണമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ SM ടെക്സ്റ്റൈൽസിലെത്തി. പുതിയ SM വന്നതിന് ശേഷം ഇന്നാണ് വരുന്നത്. ഇവിടെ എപ്പോഴും നല്ല തിരക്കാണ്. സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലടിച്ച് കിട്ടണമെങ്കിൽ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇന്ന് തിരക്ക് കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ കയറിയത്. ഇതിൻ്റെ ഉദ്ഘാടനം അനുശ്രീ നായർ ആയിരുന്നു. ഉദ്ഘാടനം നടത്തി അനുശ്രീയും SM-ഉം വൈറലായി. നമ്മൾ ഉദ്ദേശിച്ച ചില സാധനങ്ങളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു.